ഈ നാളുകളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ അവന് മാനസാന്തരം കൊടുക്കണമേ, അവൾക്ക് മാനസാന്തരം കൊടുക്കണമേ. ആ വാക്കുകളിൽ തന്നെ വലിയ ചില വൈരാഗ്യത്തിൻ്റെ ചുവകളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ഉള്ളിലുള്ള വികാരങ്ങളെ വിലയിരുത്താറില്ല. നമ്മൾ കുറേ പ്രാർത്ഥിച്ചു കൊടുക്കുന്നു. സത്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ പോലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന ആയുധങ്ങളായി അധപ്പതിക്കുന്നില്ലേ എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ കുറേ ആളുകൾ ഇരിക്കുകയാണ്. അതിൽ ഒരാൾക്ക് വേറൊരാളോട് വിയോജിപ്പുണ്ട്. വിയോജിപ്പുള്ളയാൾ താൻ വിയോജിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരസ്യമായി. കൂട്ടായ്മയിൽ 10 100 പേര് കാണും. ദൈവമേ ഇന്ന ആൾക്ക് നീ മാനസാന്തരം കൊടുക്കണമേ, ഇന്ന ആളെ നീ തിരുത്തണമേ, ആ ആൾക്ക് ചിന്താഗതി മാറ്റിക്കൊടുക്കണമേ, ആ ആളെ സ്നേഹിക്കാനുള്ള കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച ആളുടെ ഉദ്ദേശം ആ ആൾ ഏതെങ്കിലും വിധത്തിൽ മാനസാന്തരപ്പെടണമെന്നോ അല്ലെങ്കിൽ അനുതപിക്കണമോ എന്നോ അല്ല, മറിച്ച് ആ ആളെ എനിക്ക് വേദനിപ്പിക്കണം, മുറിവേൽപ്പിക്കണം, എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അയാൾ പിടയണം, അയാൾ നീറണം, അയാളൊരു നീചനാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം എന്നിങ്ങനെയുള്ള വികാരമാണ്. ഇങ്ങനെ മറ്റൊരാളെ